സോണിക്കാർ നമ്മളോട് എന്തും പരിപാടിയാണ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അത്ര വൃത്തികെട്ടൊരു ക്യാമറയും കമ്പനിയും അങ്ങനെ പൊട്ടി ഗൈസ്, വീണ്ടും പൊട്ടി. ഞാൻ ഇപ്പൊ ഈ ക്യാമറ വാങ്ങിയത് കഴിഞ്ഞ വർഷം ജനുവരി 25-നാണ്. ഇതിപ്പോ രണ്ടാമത്തെ വട്ട, സെപ്റ്റംബർ 10-ാം ഒന്ന് പൊട്ടി. ഇപ്പൊ അത് പൊട്ടിയിട്ടില്ല, എന്നാ പൊട്ടി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. കാരണം ഇതില് ഇപ്പോ 3-4 വട്ടമായിട്ട് ഞാൻ വർക്ക് ഒക്കെ എടുക്കുന്ന ഇടയിൽ കൂടി ഇടക്കിടക്ക് ഇങ്ങനെ ഞാനിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ഈ സാധനം ക്യാമറ എറർ കാണിക്കും. അതിന്റെ കൂടെ എന്താ പറയാ പ്ലീസ് റീസ്റ്റാർട്ട്, അതായത് സാധാരണ ഷട്ടർ പൊട്ടിയ കാണുന്ന ഈ ഒരു സംഭവം. അപ്പൊ ഞാൻ പേടിച്ചുകൊണ്ട് റബ്ബേ ഷട്ടർ പൊട്ടിയോ നോക്കുമ്പോ ഷട്ടറിനൊരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഷട്ടർ പൊട്ടിയതല്ല. ഇതന്നെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ആവർത്തിക്കുന്നു, ഇടക്കിടക്ക് ഇങ്ങനെ സംഭവിക്കുന്നു. ആകെ ബുദ്ധിമുട്ടാവുന്നു. ചില ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു 2 സ്നാപ്പൊക്കെ അടിക്കുമ്പോഴേക്ക്, ഇപ്പൊ ഞങ്ങൾ ഒരു മൂന്നാറിലൊരു ഷൂട്ടിന് പോയിരുന്നു. അന്ന് ഷൂട്ടിന്റെ ഇടയിൽ ഒരു സ്നാപ്പ് അടിക്കുന്നു, അപ്പോഴേക്ക് ഇത് പോകുന്നു. പിന്നെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരെ കസ്റ്റമർ കെയർക്ക് വിളിച്ചപ്പോൾ ഒരു പറഞ്ഞു എന്തായാലും സർവീസിന് കൊണ്ടുവരാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുറച്ച് തിരക്കും കാരണത്താൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നീട് അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നും ചെയ്തില്ല. ഇനി ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്തു. കുറച്ചു കാലം കൂടി പിന്നെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വന്നു. ഞാൻ ഇന്ന് എനിക്ക് വീഡിയോ വർക്ക് ആയിരുന്നു ഉണ്ടായത്. വീഡിയോക്ക് എടുക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, സ്റ്റിൽ അടിക്കുമ്പോഴേക്ക് 2 സ്നാപ്പ് അടിക്കുമ്പോഴേക്ക് 3ാമത് സ്നാപ്പ് അടിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഈ എറർ വരികയാണ്. സർവീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. ഒരു സെൻസറും ഷട്ടറും മാറ്റി തന്നു, അപ്പൊ റീപ്ലേസ് ചെയ്തു. ട്രാവൽ എക്സ്പെൻസ് അത്യാവശ്യം ആയിരുന്നുണ്ടെങ്കിലും വാറന്റി ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. 5 പൈസ ചെലവില്ലാതെ. ഈ M4 ഒക്കെ എങ്ങനെ വിശ്വസിച്ചെടുക്കുക ഗൈസ്, എന്ത് ധൈര്യത്തിലാണ്.